ഹലോ കുട്ടികളെ, ഇന്നു മുതൽ നിങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി ഞാനൊരു പുതിയ ക്ലാസ് തുടങ്ങുന്നു. എന്താണെന്നോ? അക്ഷരം പഠിപ്പിക്കുന്ന ക്ലാസ്. അതിൻ്റെ പേര് അക്ഷരക്കളരി എന്നാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന അക്ഷരമാണ് റ. ഇനി ഈ അക്ഷരം എങ്ങനെയാണ് ഉച്ചരിക്കുന്നതെന്ന് നോക്കാം. റ റ റ റ. ഇനി ഈ അക്ഷരം എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നോക്കാം. ലെഫ്റ്റ് സൈഡിൽ നിന്ന് തുടങ്ങി റൈറ്റ് സൈഡിൽ കൊണ്ടുവന്ന് അവസാനിപ്പിക്കണം. നിങ്ങൾ കണ്ടില്ലേ ആ നീല വര ആ അക്ഷരത്തിൽ കൂടെ കടന്നു വരുന്നത്? അതുപോലെ തന്നെ പതുക്കെ ചെയ്തു നോക്കണം. അപ്പം നമുക്ക് നല്ല വൃത്തിയായിട്ട് എഴുതാൻ പറ്റും. ഇനി ഇതിൽ നിന്ന് തുടങ്ങുന്ന കുറച്ച് വാക്കുകൾ, റ വെച്ചുള്ള കുറച്ച് വാക്കുകൾ നമുക്ക് നോക്കാം. ആദ്യത്തെ വാക്കാണ് റവ. രണ്ടാമത്തെ വാക്കാണ് പറവ. പറവ എന്ന് പറഞ്ഞാൽ പക്ഷി. മൂന്നാമത്തെ വാക്കാണ് പറന്നു. നാലാമത്തെ വാക്കാണ് ചറപറ, മഴ പെയ്തു. ഈ വാക്കുകൾ നിങ്ങൾക്കറിയാമല്ലോ. ഇനി ഈ വാക്കുകളെല്ലാം കൂടെ ചേർത്ത് വെച്ച് നമുക്കൊരു 4 വരി കവിത പഠിക്കാം. പറപറ പറപറ പറവകളെല്ലാം റവ 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 തിന്നുന്നു. ചറപറ ചറപറ മഴ പെയ്തപ്പോൾ പറപറ പറ പറ പറവ പറന്നു. ഇനി ഇത് നമുക്കൊരു പാട്ടായിട്ട് കേട്ടാലോ? പറ 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 പറവകളെല്ലാം റവ 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 തിന്നുന്നു. ചരപറ ചരപറ മഴ പെയ്തപ്പോൾ പറ 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 പറവ പറന്നു. ഇനി അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത് റായ്ക്ക് വട്ടം വരയ്ക്കുക എന്നുള്ളതാണ്. റായ്ക്ക് വട്ടം വരച്ചിരിക്കുന്നത് കണ്ടോ? നിങ്ങൾക്ക് റാ മനസ്സിലായല്ലോ അല്ലേ? ഇനി നമുക്ക് റായ് ഉപയോഗിച്ച് ഒരു കുട വരയ്ക്കുന്നത് നോക്കാം. ആദ്യം ഒരു വട്ടം വരയ്ക്കണം. എന്നിട്ട് താഴെ പതുക്കെ അതിന് ചെറിയ ചെറിയ റാ വരച്ച് ചേർക്കണം. എന്നിട്ട് റാ വരച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുടയുടെ ഒരു മൊട്ടിട്ട് വെച്ചു. എന്നിട്ട് കുടയ്ക്ക് പതുക്കെ ഓരോ വരികളും താഴോട്ടാക്കി വരച്ച് വെക്കണം. പിന്നെ കുടയ്ക്കൊരു കാല് വരയ്ക്കണം. കണ്ടോ? താഴോട്ട് ഒന്ന് വരച്ചിട്ട് അതൊന്ന് ഇത്തിരി കറപ്പിച്ച് തിരിച്ചു പോയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്ത് വരച്ചു? കുട വരച്ചു. അപ്പോൾ റാ കൊണ്ട് നമ്മൾ കുട വരച്ചു. എല്ലാവർക്കും ഇഷ്ടമായല്ലോ. ഇനിയിപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത അക്ഷരം നമുക്ക് പഠിക്കാം. നമ്മൾ പഠിക്കാൻ പോകുന്ന അക്ഷരം ദായാണ്. അപ്പം നിങ്ങളെല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അതും പറയണം. ഓക്കെ? അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.